മാർക്സിസ്റ്റ് ക്രിമിനലുകൾ ഇരു കാലുകളും വിട്ടുമാറ്റിയിട്ടും ഒരു ഫീനക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് രാജ്യസഭയിൽ വരെ എത്തി നിൽക്കുന്ന സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹം തൻ്റെ കൃത്രിമ കാലുകൾ ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇത് കണ്ടതോടുകൂടി വിറയൽ പൂണ്ടുപോയി ബ്രിട്ടാസ് MP-ക്ക്. അദ്ദേഹം പല തവണയാണ് അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ മേശപ്പുറത്ത് ബെഞ്ചിൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാനും അതെടുത്ത് മാറ്റാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. നോക്കൂ, അവർ ചെയ്തതിൻ്റെ പാതകം, ആ ചെയ്ത പാതകം എത്രത്തോളം കൊടൂരമായിരുന്നു എന്നുള്ളത് അവരെ ഇന്നും അലട്ടുന്നുണ്ട്. മാസ്റ്ററുടെ കാലുകൾ, കൃത്രിമ കാലുകൾ കാണുമ്പോൾ ഉള്ളിടിവെട്ടുകയാണ് CPM-ന് എന്നുള്ളത് ബ്രിട്ടാസിന്റെ അന്നേരത്തെ പ്രവർത്തനത്തിലൂടെ, ആ പരവേശത്തിലൂടെ, ആ പരാക്രമത്തിലൂടെ എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. സദാനന്ദൻ മാസ്റ്റർ വളരെ ക്ഷമയോടുകൂടിയാണ് തൻ്റെ പ്രസംഗം പിന്നീടും തുടർന്നത്. ഇന്നലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിക്കാനുള്ള തുടക്കം നിയോഗിച്ചത് കേരളത്തിൽ നിന്നും BJP നോമിനേറ്റ് ചെയ്ത രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്ററെ ആയിരുന്നു. സദാനന്ദൻ മാസ്റ്ററെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ എങ്ങനെ അദ്ദേഹത്തിന് വന്നു എന്നുള്ളത് ഇന്നും മനസാക്ഷിയുള്ള ഓരോ മലയാളിയുടെയും മനസ്സിൽ പിടയുന്ന ഒരു ചെറു നോവാണ്. ചെറിയ നോവൊന്നുമില്ല, അതൊരു വലിയ നോവ് തന്നെയാണ്. ആ നോവ് ഒരിക്കലും മാറില്ല. മാസ്റ്റർ അതിനെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. BJP-ക്ക് വേണ്ടി, RSS-ന് വേണ്ടി പ്രവർത്തിച്ച രക്തസാക്ഷിയായി ജീവിക്കേണ്ടി വന്ന നേതാവ് തന്നെയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിന് ഒടുവിൽ BJP പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്യാഗത്തെ കണ്ടില്ലെന്നോ നടിക്കാൻ BJP-ക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് BJP അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്ത സമയം നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ CPM കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തുകൊണ്ടാണ് CPM ഇത് ശ്രമിക്കുന്നത്? ഇത് മുന്നേയും നമ്മൾ പറഞ്ഞ കാര്യമാണ്. CPM-ന് അവർ ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച്, കൊടൂരമായ പാതകങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ആ പാതകങ്ങളിൽ നിന്ന് അവർ പിന്മാറാൻ തയ്യാറല്ല. പക്ഷേ അതിൻ്റെ നേർസാക്ഷ്യങ്ങളെ മുന്നിൽ കാണുമ്പോൾ CPM-ന് വല്ലാത്തൊരു ഉൾക്കിടിലം ഉണ്ടാകുന്നുണ്ട്. അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അതോടുകൂടി കഴിയാതെ വരുന്നുണ്ട്. ജനം അന്വേഷിച്ചു പോവുകയാണ് CPM കഴിഞ്ഞ കാലഘട്ടത്തിൽ മുഴുവൻ ചെയ്തു പോയ എന്തെല്ലാം പ്രവർത്തികളാണോ, ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. ആ അന്വേഷണം തന്നെയാണ് CPM-നെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് വരുന്നത്. RSS എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി സദാനന്ദൻ മാസ്റ്റർ നൽകിയ തൻ്റെ ജീവന്റെ വില അറിയാവുന്നത് കൊണ്ടാണ് മാസ്റ്ററെ രാജ്യസഭയിലേക്ക് BJP നോമിനേറ്റ് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിച്ചത് നിന്നുകൊണ്ടായിരുന്നില്ല, ഇരുന്നു കൊണ്ടാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇരുന്ന് പ്രസംഗിച്ചു എന്നുള്ളത് ഇനിയും പറയേണ്ടതില്ല. അതിനുള്ള പെർമിഷൻ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, ഇന്നലെ TV സ്ക്രീനുകളിൽ പല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃത്രിമ കാലുകൾ വെച്ചിരുന്നതിനെ കുറിച്ച് കാണിച്ചത്. ചിലർ വളരെ മൈന്യൂട്ടായിട്ട് ആസ് യൂഷ്വൽ എങ്ങനെ കാണിക്കുമോ ആ രീതിയിൽ കാണിച്ചു. പക്ഷേ ചില കമ്മി ചാനലുകളും കമ്മികളെ അനുകൂലിക്കുന്ന ചാനലുകളും അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. അവിടെയാണ് മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പോലും പുറത്തേക്ക് വരുന്നത്. സ്വന്തം പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ഉഴിഞ്ഞു വെച്ച ഒരു നേതാവ്, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ആ പാർട്ടി ഒരു 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 പ്രതിഫലമോ എന്താണ് അതിനെ പറയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അദ്ദേഹത്തെ ഉയർത്തുന്നു. അങ്ങനെ നമുക്ക് പറയാം. അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് നിൽക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഇരുന്ന് പ്രസംഗിക്കാനുള്ള സൗകര്യവും കൊടുക്കുന്നു, അനുമതി കൊടുക്കുന്നു.
അപ്പോഴാണ് ശ്രീമാൻ ബ്രിട്ടാസ് എണീറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന് അന്നേരത്തേക്ക് ഉള്ളിൽ ആ പഴയ കാലഘട്ടം ഓടിയെത്തി. അദ്ദേഹത്തെ, അതായത് സദാനന്ദൻ മാസ്റ്ററെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ ഇവർ ശ്രമിച്ചു എന്നുള്ള കാലഘട്ടം ഉള്ളിൽ ഓടിയെത്തി. അത് ഓടിയെത്തുമ്പോൾ അതിനെ മറക്കണം. ആ ഭയവിഹുലതയെ മറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ ആ പ്രകടനം മുഴുവൻ നമ്മൾ കണ്ടു. എന്തിനായിരുന്നു? ആ പ്രകടനത്തിലൂടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ബ്രിട്ടാസ് എന്ന് പറയുന്ന പൊട്ടാസിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടായിരുന്നില്ലേ? അതോ അദ്ദേഹത്തിന്റെ ആ ആശങ്കകൾക്കിടയിൽ അത് ചിന്തിക്കാൻ മറന്നുപോയതാണോ? എങ്ങനെയാണ് സദാനന്ദൻ മാസ്റ്റർക്ക് ആ ഒരു അവസ്ഥ വന്നത്? സദാനന്ദൻ മാസ്റ്ററെ പ്രവർത്തനത്തിൽ വിറളി പൂണ്ട CPM അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിവാഹത്തിന് ആളുകളെ ക്ഷണിക്കാനായിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. പിന്നീട് അതിന് കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലുകൾ അറുത്തുമാറ്റി, നിർദ്ദയം അറുത്തുമാറ്റി. നമുക്കറിയാം CPMന്റെ ക്രൂരത എന്താണ് എന്നുള്ളത്. അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം തൻ്റെ പോരാട്ട വീര്യം അത് കൂടുകയാണ് ചെയ്തത്. എന്തായാലും അതിനുശേഷവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ആക്രമണം മാർക്സിസ്റ്റ് നേതാക്കളുടെ ഒത്താശയിൽ, അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആ മാർക്സിസ്റ്റ് ഗുണ്ടകൾ തന്നെ ഈ കാര്യം ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിലപിക്കുന്നത് എന്നുള്ള സദാനന്ദൻ മാസ്റ്ററുടെ ചോദ്യം, അത് ബ്രിട്ടാസിന്റെ മാത്രമല്ല, CPM എന്ന് പറയുന്ന ഗുണ്ടാ പാർട്ടിയുടെ മുഴുവൻ ഹൃദയത്തിലേക്ക് തന്നെയാണ് തറച്ചത്. അത് ഓരോരുത്തരെയും എത്രത്തോളം അക്ഷമരാക്കി അല്ലെങ്കിൽ അപ്രസക്തരാക്കി മാറ്റി എന്നുള്ളത് നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ മുഴുവനും അറിയാം. ഈ പ്രവൃത്തിയെ സദാനന്ദൻ മാസ്റ്റർ തൻ്റെ കൃത്രിമക്കാലുകൾ വെച്ചതിനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത വളരെ ക്രൂരമായ മനസ്സുള്ള ആളുകളുള്ള പാർട്ടി. ആ പാർട്ടി ഇത്തരത്തിലല്ലാതെ ന്യായീകരണവുമായിട്ട് എത്തുമെന്ന് നമ്മൾ കരുതുന്നുമില്ല. സദാനന്ദൻ മാസ്റ്റർ ആകട്ടെ വളരെ ക്ഷമയോടെ അദ്ദേഹം 2047 മോദി വിഭാവനം ചെയ്ത ഇന്ത്യയെക്കുറിച്ച് വളരെ വാതോരാതെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ പ്രസംഗവുമായി, ഈ ഒരു കാര്യവുമായി, ഈ ആവശ്യവുമായിട്ട് ഇങ്ങനെ ഒബ്ജക്ട്സ് ഇവിടെ സഭയിൽ വെക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബ്രിട്ടാസ് എത്തുന്നത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അദ്ദേഹം അത് അവിടെ വെച്ചത്. മനഃപൂർവ്വമായിട്ട് അതെടുത്ത് വെക്കുകയായിരുന്നില്ല. മനഃപൂർവ്വമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ അത്തരത്തിൽ എടുത്തു വെച്ചതേ അല്ല. എന്നിട്ടും ഇവർക്ക് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന MP എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്? നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ഉദയവും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവോ ആ ഒരു പൊസിഷൻ വരെ എങ്ങനെ എത്തി എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടും അറിയാം. ബ്രിട്ടാസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ എടുത്തു നോക്കുമ്പോൾ അടികൊള്ളാതെ, ജയിലിൽ കിടക്കാതെ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഉന്നത പദവിയിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ ബ്രിട്ടാസ്. ദേശാഭിമാനിയുടെ ലേഖകനായി തുടങ്ങി പിന്നീട് ഏഷ്യാനെറ്റ് വഴി ദൃശ്യമാധ്യമ കളരിയിൽ അഭ്യാസമൊക്കെ പഠിച്ച് കൈരളി ചാനലിന്റെ MD ആയി മുന്നോട്ട് പോയ വ്യക്തിയാണ്. മാധ്യമ പ്രവർത്തകനായിരുന്നു ജോൺ ബ്രിട്ടാസ്. ആ പദവിയിൽ തുടരുമ്പോൾ തന്നെയാണ് CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ അദ്ദേഹം എത്തിപ്പെടുന്നത്. മാത്രമല്ല, അപൂർവം ചിലർക്ക് മാത്രം ലഭിക്കുന്ന ചില അവരുടെയൊക്കെ ഭാഗ്യമെന്ന് അവർ കരുതുന്ന രാജ്യസഭാ MP സ്ഥാനവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ബ്രിട്ടാസ് ഈ ചെയ്യുന്നത് മുഴുവനും ഇത്തരത്തിൽ വിയർപ്പൊഴുക്കാതെ ചെയ്തു പിടിച്ചതിൻ്റെ, അതല്ലെങ്കിൽ പിമ്പുകളായി ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഉപഹാരങ്ങളാണ് എന്നുള്ളത് വ്യക്തമാണ്. സദാനന്ദൻ മാസ്റ്റർ അങ്ങനെ ആയിരുന്നില്ല. സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, തൻ്റെ ജീവനായി തന്നെ കണ്ടിരുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുൻപിലൊക്കെ നിൽക്കാനുള്ള അർഹത
ബ്രിട്ടാസിനുണ്ടോ എന്ന് കൂടി, ബ്രിട്ടാസ് ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ, ആശങ്ക കൊണ്ടാണ് എങ്കിൽ പോലും അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. എങ്ങനെയാണ് തൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ ആ ചോദ്യം ചോദിക്കുമ്പോഴും പ്രസംഗം മുഴുമിപ്പിക്കാനുള്ള യാതൊരു ആനുകൂല്യവും നൽകാതെ ബഹളം വയ്ക്കുന്ന കുറെ ശബ്ദങ്ങളോ വന്ന സമയത്താണ് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായിട്ടുള്ള CP രാധാകൃഷ്ണൻ, അദ്ദേഹം ഇത് നിർത്തൂ, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം, നിങ്ങൾ അദ്ദേഹത്തെ മുഴുവനാക്കാനായിട്ട് സമ്മതിക്കൂ എന്ന് പോലും പറയുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് കേരളത്തിന്റെ ചരിത്രവും ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള ക്രൂരതകളെയൊക്കെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ്. എന്തായാലും സദാനന്ദൻ മാസ്റ്ററുടെ മുമ്പിൽ ജോൺ ബ്രിട്ടാസ് എന്നും പറയുന്ന ബ്രൂട്ടസ് ആയിട്ടുള്ള, വളരെ ബ്രൂട്ടലായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരു MP നിന്ന് ചിലയ്ക്കുമ്പോൾ, ആ ചിലയ്ക്കുന്നത് പോലും സത്യത്തിൽ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന നേതാവിനോട്, വ്യക്തിയോട് അവർ ചെയ്തിട്ടുള്ള, CPM ചെയ്തിട്ടുള്ള ക്രൂരത പുറത്തെത്തിക്കാൻ ഒരു കാരണം കൂടിയാവുകയാണ്. ആ ഭയവും ആശങ്കയും വിഹുലതയും എല്ലാം CPMൻ്റെതാണ്. ബ്രിട്ടാസിൽ ആ സമയത്ത് അനുഭവപ്പെട്ട ഓരോ വികാരങ്ങളും അത് CPMൻ്റെതാണ്. ആ ഭയം, ആശങ്ക, വിഹുലത എല്ലാം അത് അവർ ചെയ്ത ക്രൂരതയെക്കുറിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്തായാലും സദാനന്ദൻ മാസ്റ്റർ ഇത്തരത്തിലുള്ള ബ്രിട്ടാസിന്റെ ഈ ഗിമ്മിക്കുകളിലൊന്നും വീണു പോകാതെ, അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യമുണ്ടല്ലോ, മനസ്സിന്റെ ആ ഒരു ബലം, അദ്ദേഹം വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി അതിലൊരു ഭയമോ അല്ലെങ്കിൽ ഒരു തൻ്റെ എന്താ പറയുക, തൻ്റെ ഒരു പ്രഷർ നഷ്ടപ്പെട്ടുകൊണ്ട് പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുമുള്ള വികാര വിക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ ഒന്നുമില്ലാതെ വളരെ സൗമ്യതയോടുകൂടി, വളരെ പുഞ്ചിരിയോടുകൂടി മനോഹരമായി, അതിമനോഹരമായി ഇംഗ്ലീഷിൽ മാസ്റ്റർ ആ പ്രസംഗം തുടരുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പറയാനുള്ളത് ലോകം മുഴുവനും കേട്ടു. ഒരുപക്ഷെ അത്രമേൽ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നുവെങ്കിൽ പോലും, ശ്രദ്ധിക്കപ്പെടാതെ പോകാമായിരുന്നു. അതിന് കാരണമായത് ബ്രിട്ടാസിന്റെ ആ ആശങ്കയാണ്. ആ ആശങ്ക ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ അവസാനം വരെയും ഉണ്ടാവും. കാരണം അവരുടെ പ്രവൃത്തികൾ എന്നും പാപം നിറഞ്ഞതാണ്.